എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കണ്ടു സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകി. ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, വിശുദ്ധ മത്തായി സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നതാണ്. 2, യേശുക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും ചോദിക്കുന്ന ചോദ്യമാണ്. പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഗുരു, നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു, അവരിങ്ങനെ പൂർവികരുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? രണ്ടാമത്തെ ചോദ്യം യേശുക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും ചോദിക്കുന്നു: നിങ്ങൾ പൂർവികരുടെ സമ്പ്രദായം കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? ഏതാണ് വലിയ തെറ്റ്? നമ്മൾ പലപ്പോഴും പൂർവികരുടെ സമ്പ്രദായത്തിനനുസരിച്ച് വരുന്നവരാണ്. ഒരു ട്രഡീഷൻ അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒരു സിസ്റ്റം അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏതിനാണ് വില കൊടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏതിനെയാണ് പിന്തുടരുന്നത്? ഏതിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഏതിനാണ് നമ്മൾ വില കൊടുക്കുന്നത്? പൂർവികന്മാരുടെ സമ്പ്രദായത്തിനാണോ അതോ കർത്താവിന്റെ കൽപ്പനയ്ക്കാണ്? പലപ്പോഴും നമ്മൾ പൂർവികന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് മുമ്പോട്ട് കടന്നു വരുമ്പോൾ ദൈവിക കൽപ്പനകൾ കാറ്റിൽ പറത്തപ്പെടുകയാണ്. ഇവിടെ പൂർവികന്മാരുടെ സമ്പ്രദായമാണ്, അവരനുഷ്ഠിച്ചു വന്ന സിസ്റ്റമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വരച്ചു കാട്ടുന്ന പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുമ്പിൽ സധൈര്യം നിന്ന് എൻ്റെ കർത്താവ് ചോദിക്കുകയാണ്: നിങ്ങൾ പൂർവികന്മാരുടെ സമ്പ്രദായം കൊണ്ട് എന്തിനാണ് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിട്ടുമാറാൻ ആഗ്രഹിക്കാത്ത ചില സമ്പ്രദായങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുകയല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാണ് വലുത്? പൂർവികന്മാരുടെ സമ്പ്രദായമാണോ വലുത്? ദൈവത്തിന്റെ കൽപ്പനകളാണോ വലുത്? പരീശന്മാരും ശാസ്ത്രിമാരും അന്നുവരെ ലംഘിക്കാതിരുന്നത് പൂർവികന്മാരുടെ സമ്പ്രദായമാണ്. പക്ഷേ അവർ പൂർവികന്മാരുടെ സമ്പ്രദായം അനുഷ്ഠിച്ചപ്പോൾ ലംഘിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൽപ്പനകളാണ്. നമ്മളും സമ്പ്രദായത്തിനനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടും. നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സമ്പ്രദായത്തെ മാറ്റി നിർത്താം. ദൈവ കൽപ്പനകൾക്കാണ് വില കൊടുക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ചിന്തിക്കുക, പൂർവികന്മാരുടെ സമ്പ്രദായത്തിനല്ല ഒന്നാം സ്ഥാനം, മറിച്ച് കർത്താവിന്റെ കൽപ്പനകൾക്കാണ്. ആ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം നീ നൽകിയ ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ പൂർവികന്മാരുടെ സമ്പ്രദായത്തിനാണ് ഒന്നാം സ്ഥാനം നൽകിയത്. പലപ്പോഴും ഞങ്ങൾ അതിന് പിന്നാലെ യാത്ര ചെയ്തവരാണ്. എന്നാൽ കർത്താവ്, ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, പൂർവികന്മാരുടെ സമ്പ്രദായമല്ല വലുത്, കർത്താവിൻ്റെ കൽപ്പനകളാണ് വലുത്. ഞങ്ങൾ പൂർവികരുടെ സമ്പ്രദായം അനുഷ്ഠിക്കാൻ കടന്നു പോകുമ്പോൾ ലംഘിക്കപ്പെടുന്നത് കർത്താവിൻ്റെ കൽപ്പനകളാണ്. ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അറിയാതെ ഈ ട്രഡീഷനെ പിന്തുടരുന്നവരാണ്. എന്നാൽ കർത്താവെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഒരുക്കി തന്ന് കാത്തുപരിപാലിക്കുന്ന ദൈവമാണല്ലോ. ഇനി മേലിൽ നീ എവിടുന്ന് കരുതുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.